പാമ്പോ? പാമ്പ് പാമ്പ് എവിടെ എവിടെ വലുതാ? എവിടെ? മേത്ത് വരുമോ? മുണ്ടല്ലേ മുണ്ടല്ലേ മേ പാമ്പ് മേ പാമ്പടാ വല്ലായി വല്ലായി ഇമ്മീ ഇവിടെ ഫോണിക്കു ഒച്ചനാക്കല്ലേ ഇമ്മീ ഇമ്മീ പാമ്പ് പാമ്പിനെ കണ്ട് പാമ്പ് പിന്നെ ബാക്കില് പാമ്പുണ്ട് പറയാ അവന്റെ വാപ്പല്ലാന്ന് പറയാ ഹായ് ഗൈസ്, വെൽക്കം ടു ഷമ്മാസ് വ്ലോഗ്സ്. അപ്പൊ ഇപ്പൊ ഞാനുള്ളത് മേഘാലയയിലാണ്. നല്ല വെയിലിട്ടോ, പെട്ടെന്നാണ് വെയിൽ വന്നത്. ഞാനിപ്പോൾ ഉള്ളത് നൊഹാലിക്കൽ ഫാൾസിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വന്നാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു രണ്ട് വ്ലോഗ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക. അതിനുശേഷം ഈ വ്ലോഗിലേക്ക് വരാം. മേഘാലയ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്, മേഘാലയ എങ്ങനെയാണ് കവറേണ്ടത്, ഫുൾ ഡീറ്റെയിൽസ് തന്നെ ഈ വീഡിയോയിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമ്മൾ ഡേ 1 ആഫ്റ്റർനൂൺ ആണ്. ഫസ്റ്റ് നമ്മൾ കൂടെ നൊഹാലിക്കൽ ഫാൾസിലാട്ടോ. ഇവിടുത്തെ പാട്ടൊക്കെ പാടുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഷോപ്പും ഫുഡ് സ്പോട്ടും കാണാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതാട്ടോ നമ്മളെ നൊഹാലിക്കൽ ഫാൾസ് ഉള്ളത്. എൻ്റെ ടിക്കറ്റ് 50 രൂപ ഉണ്ട്. അതിന് മാത്രമൊന്നുമില്ല, പക്ഷെ എന്ത് രസമെന്നാ കാണാൻ. അടിപൊളി കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അല്ല പാല് പോലെ ഒഴിക്കണ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെയൊക്കെ ചെറിയ ചെറിയ വാട്ടർഫാൾസ് കാണുന്നുണ്ട്. ഇതേപോലെ സെയിം വ്യൂ നമ്മുടെ അമ്പോലിയിൽ റിവേഴ്സ് വാട്ടർഫാളും കിട്ടാറുണ്ട് കേട്ടോ. ഇതേപോലെ സെയിം സാധനം അടിപൊളി. ഇവിടെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു സൈറ്റാട്ടോ, റൂട്ടാണ്. വെച്ചാൽ ഫുൾ പച്ചപ്പൊക്കെ മൂടിയിട്ടുള്ള സ്ഥലങ്ങൾ, അതിനിടെ ചെറിയ ചെറിയ റൂമും ഷോപ്പും കാണാനൊക്കെ ആയിട്ട് അടിപൊളി കേട്ടോ. ഗായ്സ്, നമ്മളിപ്പോൾ കാണുന്നതാട്ടോ ബംഗ്ലാദേശ്. അവിടെയാണ് ബംഗ്ലാദേശ് വരുന്നത്. ഇത് ബ്രഹ്മപുത്രയാണ് ഇതുള്ളത്. ഈ ബ്രഹ്മപുത്രൻ്റെ അപ്പുറത്താണ് ബംഗ്ലാദേശ് തന്നെ. കാണുന്നുണ്ടെങ്കിൽ അറിയില്ല. അപ്പം നമ്മൾ വണ്ടി എടുത്ത് കുറേ ഉള്ളിലോട്ടൊന്ന് കേട്ടോ, ചെറിയ റോഡിലാണ്. അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൻ്റെ ബോർഡർ വ്യൂ പോയിൻ്റാണ് വേണ്ടി വന്നത്, പനോരമ വ്യൂ പോയിന്റ്. അവിടെ ബംഗ്ലാദേശിൻ്റെ കുറേ ബിൽഡിങ്സ് കാണുന്നുണ്ട്. ഇത് ബ്രഹ്മപുത്രൻ്റെ വലിയ നദിയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് പോകാം, മൗമിക്ക്. ഗൈസ്, ഞങ്ങളാണ് മൗസോമി കേവിൻ്റെ ഇടത്തിട്ടാണ് കേന്ദ്രകവാട കാണിച്ചത്. അപ്പോൾ ഇവിടെ വെച്ചാൽ ഇപ്പോൾ ഒരു വണ്ടിക്കാണ്. ഒരു വണ്ടിക്ക് 2 വീലർ 10 വീലറിന് 10, പിന്നെ അങ്ങനെ 30-50 വണ്ടിക്ക് റേഞ്ച് പെർ ഹെഡ് റേറ്റ് ഉണ്ടോ ഞാൻ അറിയില്ല. ഇനി മേ ബി അവിടെ തന്നെ വേറെ ടിക്കറ്റ് ഉണ്ടോ. അപ്പോൾ ഇതാട്ടോ മൗസോമി കേവിൻ്റെ കവാടം. ഓക്കെ, നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല വ്യൂ ആട്ടോ, പച്ചപ്പ് കൂടിയുള്ള ഒരുപാട് കാഴ്ചകളാട്ടോ ചുറ്റും. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ മൗസോമി കേവില്, എത്ര പേര് മൗസോമി കേവനല്ലേ, മൗസോമി കേവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റി ലുക്കായില്ലേ. ആൻസ വണ്ടിന് ചായ എടുത്തില്ല. അപ്പോൾ നമ്മൾ നൊഹിക്കൽ ഫാൾസ് പോയി. പക്ഷെ അത് നമ്മൾ വിചാരിച്ച എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ചിലൊരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ കുറച്ച് വെയിലും കാലൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് നല്ല സീൻ ഉണ്ടാവും. വാട്ടർഫോളാണ് മുതൽ സാധനമാണ്. പക്ഷേ നമുക്ക് 50 രൂപ കൊടുത്ത് കയറാൻ മാത്രം ഉണ്ടായില്ല. ഇനി നമ്മൾ മൗസോമി കേവിലാണ്. ഇപ്പോൾ ഇവിടുന്ന് പാർക്കിംഗ് ഫീൻ്റെ അവിടെ നമ്മളൊരു 10 രൂപ വെച്ചിട്ട് വണ്ടി കൊടുത്ത് സ്കൂട്ടറിന്. ഇനി നമുക്ക് നേരെ മൗസോമി കേവിലേക്കാണ്. എൻ്റെ ടിക്കറ്റ് ഉണ്ടോ പറയാം. ബന്ധാന കണ്ട് കമൻറ്റ് ഗൈസ്, കമൻറ്റ് ഹൗസ്. നമുക്കിവിടെ ഒരുപാട് ഷോപ്സ് കാണാൻ പറ്റും കേട്ടോ. നമ്മളെ ഇവരെ ഹാൻഡ് മെയ്ഡ് ഷോപ്സാണ് കൂടുതലുള്ളത്. പ്രത്യേകിച്ച് ഷില്ലോങ്ങും മേഘാലയൊക്കെ ബേസിലുള്ള ഒരുപാട് സൂനിയേഴ്സും കാര്യങ്ങളും ഡ്രസ്സിങ് സ്റ്റാളൊക്കെ കാണാൻ പറ്റും ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫുഡ് ഷോപ്സും കാര്യങ്ങളും ജ്യൂസ് ഷോപ്പൊക്കെയാണ്. നമുക്ക് ആസാം വിട്ടപ്പോൾ കണ്ടപ്പോൾ സംഭവിച്ചത്, അല്ലെ ആസാമിൽ ഫുഡ് മേഘാലയയിലുണ്ട്, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ. നമ്മൾ ആസാമിൽ പൊതുവെ ഫ്രൂട്ട്സ് ജ്യൂസ് ഷോപ്പൊക്കെ വളരെ റയറായിട്ട് കാണുന്നുള്ളൂ. ഇവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചല്ലോ. മൗസോമി ഗെയിമിന്റെ ഇവിടെ തന്നെ ബോർഡ് കാണുന്നുണ്ട്. മൗസ്വാമൈനൊക്കെ തോന്നുന്ന പേര് കറക്റ്റ് കാലം. ഒരു വാട്ടർ ടാങ്കിലെ സ്പോട്ടിലവിടെ കാല് കഴിക്കണം. പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് വീണ്ടും കുറച്ച് ഐറ്റംസ് കാണാൻ വേണ്ടി പറ്റും. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെയാണുള്ളത്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് എൻട്രൻസ് ഉണ്ട്, എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് വരുന്നുണ്ട് 30 രൂപ കേട്ടോ. ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത് 30 രൂപയാണ്. അങ്ങനെ നമ്മൾ എൻട്രി കഴിഞ്ഞിട്ടു. ഇതാണ് ഇവിടുത്തെ മെയിൻ കവാടം. ഇവിടെ ഇതാണ് സംഭവം, നാച്ചുറൽ തെറാപ്പിയോ. നമ്മൾ ചെരുപ്പൂരി നടക്കണം എന്ന് പറഞ്ഞു, കാരണം നാച്ചുറൽ തെറാപ്പി.
അപ്പൊ അവിടേക്ക് എത്തട്ടെ ഗൈസ്. അപ്പൊ നമ്മളെ മൗസോഫി കേവ് കാണാം. നമ്മൾ നേരത്തെ കേവ് കൊണ്ട് നമുക്ക് ഇത് എന്തില്ലേ ഗാർഡൻ ഓഫ് കേവ്സ് ആണ് നമുക്കിത്. അപ്പോ ഇവിടെ ചെരുപ്പില്ല, പക്ഷെ നല്ല ചളിയൊക്കെ കേട്ടോ. നമ്മള് നഗ്ന പാത്രമായിട്ടാണ് കേട്ടോ. ഓക്കെ ഫുൾ പാറയും കാര്യങ്ങളും കേട്ടോ ഇവിടെ. ചില രസമുണ്ടല്ലേ ഷെയ്പ്പളൊക്കെ. ഓ മൂട് ചേറോ ഗൈസ് ഇതാട്ടോ കല്ലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇതാട്ടോ ഞാനാണെങ്കിൽ സൺഗ്ലാസ് ആട്ടിക്കണത് കാണാത്ത അവസ്ഥയാണ്. കാക്കൊക്കെ വരുന്ന വരവോ അല്ലോ സംഭവനേക്കാലേ സീന് ഒരേ സീന്. കുറച്ച് അഡ്വഞ്ചർ ആട്ടോ മൗസോഫി കേവ്. ഓ കൂടും അതെന്തരാ അടുത്തേക്ക് ഇത്ര വെള്ളം, നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വീണാല് ഞാനും പോകും, എന്റെ മൈക്കിയും പോകും. ഓ എന്താലേ ഓ സീനിട്ടോ. തണുത്ത വെള്ളം തണുത്ത വെള്ളം അല്ലേ. ഓ അടിപൊളിട്ടോ. നല്ല സീന് വെള്ളാട്ടോ മൗസോ. ഓ ഇങ്ങോട്ട് നോക്കടാ എന്താ അടിപൊളി. അതെ കുറച്ചുകൂടെ അഡ്വഞ്ചർ ആട്ടോ. സീന് എങ്ങോട്ടെ സാധനം എങ്ങണ്ട് 30 വർത്ത് വർത്ത് ഓ കൊള്ളാം. അതെ നിങ്ങൾക്ക് ഗാർഡൻ ഓഫ് കേവ്സ് കിട്ടില്ലെങ്കിലും ഇതിന്റെ സ്ട്രക്ചർ നോക്ക് പാറന്റെ അല്ലേ ഒരു ലാവുരിക്കുന്ന പോലെയൊക്കെ ടൈപ്പ് നല്ല രസം കേട്ടോ. അതെ ഏയ് നെവർ ഇതൊക്കെ കുത്തുപണിയാവാ. കുറച്ചുകൂടെ പോവാട്ടോ. ഇപ്പൊ ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാല് നമ്മള് പോയിട്ടോ. കാരണം ഇവിടെ നോക്കാ ഇവർക്ക് നല്ല ആനണ്ടടാ, ഇവർക്ക് നല്ല ആനണ്ടടാ. തലമുട്ടി ഇടൂക്ക് എന്താടാ സെറ്റപ്പില്ലേ സീന് കൊണ്ടുപോയിട്ടോ പരിപാടി. അപ്പൊ ഇവിടെ നമുക്ക് ചെറിയ നടക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇവിടെ ആയ ഉണ്ടാവോണ്ടാണ് ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഇവിടെ എത്തി. ഇവിടെയൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറയിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ഏകദേശം പാമ്പോ പാമ്പ് പാമ്പ് എവിടെ എവിടെ വലുതാ എവിടെ മേത്തുക്ക് വരുമോ? മുണ്ടല്ലേ മേ പാമ്പ് മേ പാമ്പടാ. വല്ലായി ഇമ്മീ ഇവിടെ ഫോണിക്കു ഒച്ചനാക്കല്ലേ ഇമ്മീ അടക്കടക്കേ ഇമ്മീ പാമ്പ് പാമ്പിനെ കണ്ട് പാമ്പ് പിന്നെ ബാക്കില് പാമ്പുണ്ട് പറയാ. അവന്റെ വാപ്പല്ലാന്ന് പറയാ പാമ്പ് ബാക്കില് ഒരു പാമ്പ് കണ്ടില്ലേ സ്ക്രീനിൽ കണ്ടില്ലേ. ഈ പാമ്പ് ഉണ്ടായിട്ട് പാമ്പിട്ടോ ഇന്നേ എന്ത് സാധനം അറിയോ. പേടിപ്പിച്ചല്ലോ ഗൈസ്. ആ പാമ്പിനെ കണ്ട ടെൻഷൻ എപ്പോഴും പോണില്ലട്ടോ. ഇങ്ങോട്ട് നോക്ക് ഗുഹ കഴിഞ്ഞിട്ടില്ലട്ടോ അല്ലേ. അറിയില്ല തിരിച്ചടക്കൂലട്ടോ തിരിച്ചടക്കൂല. പേടിയ പാമ്പിനെ. എന്നാലും ആ പാമ്പ് ഇവിടെ ഉണ്ടായിട്ട് ഇതിന്റെ ആൾക്കാർ ശ്രദ്ധിച്ചെങ്കിലേ ആൾക്കാർ മരിക്കൂലേ. മേച്ച് പേടിയാണ്. എവിടെ പാമ്പ് 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 പോലെ പാമ്പ് കൺഫർമേഷൻ പക്ഷെ ഗുഹ സീനില്ലേ എന്താ സീനോ അല്ലേ. അടിപൊളിയാട്ടോ. പിന്നെ കുടുംബത്തിന് ആദ്യം പറയുന്നുണ്ട് എന്ത്
നിങ്ങള് അത്ര ഹെൽത്ത് ഇഷ്യൂല് കാരര് പറയുന്നുണ്ട്. പാമ്പിനെ കണ്ടുകഴിഞ്ഞാല് എന്താ സാധനം, ആ ടെൻഷൻ മാറില്ലടാ മനസ്സിന്ന്. പാമ്പേ ഏതായാലും ഇഞ്ച എന്താണല്ല, ഞാൻ ടെൻഷനായില്ലേ. ഇവിടൊക്കെ വെള്ളം കേട്ടോ, വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ആരതാവോ, ഇത് കയ്യണൂല്ല കേട്ടോ. ഇവിടക്കമേ ഗുഹയാണ്, രണ്ടു ഭാഗത്തും ഗുഹ അല്ലേ. എന്താണ് എന്താണ് ഞാൻ അവിടെ തപ്പണെന്താ, എന്താ തപ്പണ്? അഞ്ചുവേ പാമ്പാണ് ആദ്യം പറഞ്ഞുതരാ. ഈ ഷേപ്പൊക്കെ നോക്കടാ അല്ലേ, ഇവിടെക്കടാ സീന് എന്തോ സാധനം. അടിപൊളിട്ടോ. ആഷിക്ക് പോയി, ആഷിക്ക് പോയി. ഫസ്റ്റൊക്കെ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോകാട്ടോ. ഞാൻ ലാസ്റ്റ് ഇവിടെ എത്തിയ ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്താവും നമുക്ക് നമ്മളെ ഫോട്ടോസ് മാത്രം ഇഷ്ടമുള്ളൂ, ബാക്കിയൊക്കെ ഫോട്ടോ ഇഷ്ടമാണ്. അങ്ങനെ ഫൈനലി നമ്മൾ എക്സിറ്റിൽ എത്തിട്ടോ. ഓക്കെ കംപ്ലീറ്റ് അടിപൊളിട്ടാ, സീനായിരുന്നു മൊത്തത്തിൽ. ഇതാ പോണു. അപ്പോൾ ഗൈസ് നമ്മളെ മൗസോമി കേവ് കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേവ്സുകൾ, അതിൻ്റെ ടൈപ്പും കാണാൻ പറ്റി. പിന്നെ ഒരു പാമ്പിനെ കൂടി കണ്ടപ്പോൾ അടിപൊളിയായി. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. നല്ല ലെങ്ത് ഉണ്ട്, ഏകദേശം എൻ്റെ പ്രായത്തിലൊരു 1/2 കിലോമീറ്റർ അടുത്തുണ്ടാകും വിചാരിക്കുന്നു. കറക്റ്റ് എനിക്ക് അറിയില്ല, ഞാൻ തള്ളി വിട്ടെന്ന് പറയരുത്. അപ്പോൾ എന്നിരുന്നാലും എന്തായാലും അടിപൊളിയാണ്, വാച്ചബിളാണ്. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുക. 30 രൂപ നമുക്ക് എൻട്രി ഫീ വരുന്നുള്ളൂ. ഫസ്റ്റ് എലഫൻറ്റ് ഫാൾസ് മാത്രമേ നമ്മളിപ്പോൾ പ്ലക്കി വിട്ടത്തുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം അടിപൊളിയാണ്. ഞാൻ ഇവിടെ കുറച്ച് ആഗ്രഹം കാണിച്ചു കേട്ടോ, വേറെ വേറെ കാസി ഡ്രസ്സൊക്കെ ഇട്ട്. ഈ കുട്ടികളൊക്കെ എന്ത് രസാലേ. ഹായ് ഹായ് ചെയ്ത ഹായ് ഹായ്. അവരെ അച്ഛനും മകനും വേണം കളിക്കട്ടോ. ഹായ് ഗുഡു 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 ഗുഡു. ഭയങ്കര രസം കേട്ടോ. അവിടെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. താങ്ക് യു. ആ മാറാ. ഓ അവൻ്റെ സന്തോഷം അങ്ങനെയായിരുന്നു വരട്ടെ. അപ്പൊ എന്നിരുന്നാലും നമ്മൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അങ്ങന്മാരൊക്കെ അത് കാണാൻ മാത്രമേ ഓർത്തുള്ളൂ, ബസ്സിലൊക്കെ പോയിക്കണേ. എന്തായാലും നല്ലൊരു കാടിനുള്ളിൽ ഗിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു മൗസോമിക്ക്. പിന്നെ നമ്മൾ അടുത്തതായിട്ടൊരു വാട്ടർഫാൾസ്ക്കാണ് പോകണത്. ഇതിന് പേരെനിക്കറിയില്ല, ഉടിങ്കിടിങ്കിടങ്ങ് എന്തൊക്കെയാണ് പേര്, അടുത്തവിടെ തിരികാണിച്ചു കേട്ടോ. അടുത്തായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് വെയ്സോങ് എന്ന് പറയുന്നൊരു വാട്ടർഫാളിലാണ്. കറക്റ്റ് എനിക്കതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ അപ്പം നമ്മൾ 5:20 കഴിഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് ക്രോസിംഗ് എന്നൊക്കെ കണ്ടത്, കുറച്ച് ലേറ്റായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് വൺ ഓഫ് ദ ഫേമസ്, മേഘാലയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫാളാണ്. ഇവിടെ സ്വിം ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്കാണ് വിചാരിച്ച് വന്നിട്ടുള്ളത്. നടക്കുമറിയില്ല, പക്ഷെ നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടെ റൂട്ടിലേക്ക് തന്നെ അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിൽ ഈ വാട്ടർഫാളിൽ പോയാൽ ആദ്യം ബാക്കി വരലേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതായിട്ട് നമുക്കുള്ള റൂട്ട്, ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങും. ഏകദേശം ഇവിടെ എൻട്രി ടിക്കറ്റ് 100 രൂപ വരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് അവിടെ 200 രൂപ എന്തിനു കൊടുക്കണം, ജാക്കറ്റിന് കൊടുക്കണം. അപ്പൊ ഗൈസ് ഇതാട്ടോ നമ്മുടെ വാട്ടർഫാൾ. സീന് സാധനം കേട്ടോ, സീന് സാധനം എന്ന് പറഞ്ഞാൽ സീന്. ഫുള്ള് ബാമ്പ് വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങട്ടോ. വളരെ ചെറിയ ഇതാണ്, നാരോ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മളാണെങ്കിൽ ഒരുപാട് പേരുണ്ടേനു. നോക്കൂ അടിപൊളി കേട്ടോ. ഓ മോനെ സീന്, നല്ല രസം കേട്ടോ കാണാൻ. പക്ഷെ സ്റ്റെപ്പാണ് പേടി. ആളുകള് ഇപ്പൊ മേലക്ക് വരുന്നില്ല, നമ്മള് മാത്രമേ താഴെ പോണുള്ളൂ. കുട്ടികളൊക്കെ കയറി പോകുന്നു. അറിയില്ല കേട്ടോ. ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടോ? അതെ, ഇന്ന് ഊണാ താഴത്തേക്ക് എത്താൻ പറ്റും. കാണിച്ചു കേട്ടോ, അഡ്വഞ്ചർ അഡ്വഞ്ചർ. നമ്മള് വന്ന വഴിയൊക്കെ നോക്കി, എന്താ ഹൈറ്റ് അറിയോ. നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ, പക്ഷെ ചെല്ലും. എന്തായാലും വന്നില്ല, ഫുള്ള് കണ്ടിട്ട് പോകുള്ളൂ. അപ്പോൾ താഴെ എത്തിട്ടോ. ഇവിടെയാണ് ഈ മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. റൂട്ടാണെങ്കിലോ ഭയങ്കര ചൊറയും. കാണിച്ചു തരാം, ഇവിടെയൊക്കെ ഫുള്ള് സെറ്റപ്പ് ഇട്ടോ. ഞാൻ വാട്ടർഫാളിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം. എന്റെ മോനങ്ങളെ കിളി മാറും. നോക്കടാ സാധനം, അടിപൊളി ട്ടോ. പാല് പോലെ ഒഴുകി പോകുന്ന വാട്ടർഫാള്, എന്താ അടിപൊളി. കണ്ടാ വാട്ടർഫാൾ എങ്ങനെ ഒന്നും പറയാനില്ല. 3 തട്ട് നമ്മള് ഫോട്ടോഷോപ്പിലൊക്കെ കാണാൻ വെട്ടി വെട്ടി വെച്ചമായിരുന്നു. പക്ഷെ നമുക്ക് അടിയിൽ നിന്ന് ഇറങ്ങി കാണുമ്പോ രസമല്ല കേട്ടോ. അടിയിൽ രസം. പക്ഷെ വള്ളത്തിൽ ഇറങ്ങാൻ 200 രൂപ കൊടുക്കും. അതിനെ പറ്റി എന്താ പറയാ,
ജാക്കറ്റ് ഇട്ട് ഇറങ്ങണം. എന്നിട്ട് ആകെ മുട്ടിന്റെ അത്ര വെള്ളം, അതിക്ക് ജാക്കറ്റ് വേണം. അതൊക്കെ സേഫ്റ്റിനെ ഇരുത്താം. അനസ്നെ പോലെ നീന്താൻ വയ്ക്കാത്തവർക്കാണ് നമ്മൾ എന്താക്കണത്, ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. നമ്മള് ചാലിയാർ പോയെന്ന് പറഞ്ഞാ നമ്മക്ക് എന്റെ ഒരു പ്രശ്നമല്ല. നമ്മള് കടലുണ്ടായിരുന്നു. അപ്പൊ ഈ വ്ലോഗ് ഇവിടെ വെച്ച് ഇപ്പൊ അവസാനിക്കാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി കാണാം. ബൈ.